തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷം സൃഷ്ടിച്ചതിന് ശ്രീകാര്യം പോലീസാണ് കേസെടുത്തത്. അജീഷ് ജയകുമാർ അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാര്യവട്ടം ക്യാമ്പസ് എൻ്റെ ക്യാമ്പസാണ്. ശാന്തവും സമാധാനവും ഒരു ക്യാമ്പസ് ആയിരുന്നു. എന്ത് പറ്റി അവിടെ? കാശ്മീർ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇന്ന് ഈ പുതിയ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനം നടപടികൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ രാവിലെ മുതൽ KSUവിന്റെയും SFI പ്രവർത്തകരും ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ തിരുവനന്തപുരത്തെ KSUവിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻജൂസ് ഈ കോളേജിലെ MA വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇയാൾ ഈ രാത്രി ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം സുഹൃത്ത് ഈ സാൻജൂസിനെ ക്യാമ്പസിനുള്ളിലേക്ക് കൊണ്ടുവിട്ടു. അതിനുശേഷം ഈ സുഹൃത്ത് ഈ ബൈക്കിൽ പുറത്ത് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഈ SFI പ്രവർത്തകർ തടഞ്ഞുവെന്നും ക്യാമ്പസിന് പുറത്തുള്ളവർ എന്തിന് ഇതിനകത്തേക്ക് കടന്നുവെന്ന് ചോദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ സുഹൃത്ത് ഈ സാൻജൂസിനെ വിളിച്ചു. ഇരുവരെയും പിന്നീട് SFI പ്രവർത്തകർ അതിനടുത്തുള്ള റിസർച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും അതിനെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് KSU ആരോപിക്കുന്നത്. ഈ സാൻജൂസിനെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു എന്നും പറയുന്നു. മാത്രമല്ല തങ്ങൾക്ക് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല എന്നും തങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്നും വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഈ സാൻജൂസ് ആരോപിക്കുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ സാൻജൂസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒബ്സർവേഷൻ റൂമിലാണ് ഉള്ളത്. ഇതിനുശേഷവും ഈ KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ക്യാമ്പസിന് പുറത്തെത്തി ഈ പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഈ SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ മാർച്ചും നടത്തിയിരുന്നു. ഇതിനിടയിൽ SFI പ്രവർത്തകരും ഈ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ സംഘർഷ അവസ്ഥ സൃഷ്ടിച്ചതിനാണ് ഇപ്പോൾ ശ്രീകാര്യം പോലീസ് കണ്ടാലറിയാവുന്ന 24 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് കോളേജ് ഭാരവാഹികൾ അടക്കമുള്ളവരുണ്ട്. നിലവിലെന്തായാലും ഈ സാൻജൂസിനെ മർദ്ദിച്ച കേസിൽ ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല. അതിൽ പോലീസ് രാത്രി തന്നെ ഈ മെഡിക്കൽ കോളേജിലെത്തി ഈ സാൻജൂസിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ്. അവിടെ അങ്ങനെ ഒരു സംഘർഷമുള്ള ഒരു ക്യാമ്പസ് ഒന്നും അല്ല, കാലാകാലങ്ങളുള്ള ക്യാമ്പസ് അല്ല. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന സംഭവം പോലീസ് അന്വേഷിക്കട്ടെ, ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ. ഇത് പല സർവകലാശാലകളിലും അല്ലെങ്കിൽ കോളേജുകളിലും ഒക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എത്ര മനോഹരമായ ഒരു കാലമാണല്ലേ, നമുക്കൊക്കെ അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.